നമ്മളിപ്പോൾ നിൽക്കുന്നത് ശിലാ മ്യൂസിയത്തിലാണ്. നമ്മൾ വീണ്ടും സന്തോഷേട്ടനെ കിട്ടിയിട്ടുണ്ട്. അടുത്ത സാധനങ്ങൾ കാണാം. ഈ സൈക്കിളിന്റെ ഡൈനോമ, ഇത് പറഞ്ഞാൽ ഡൈനോമ കണ്ടെത്തിയ ആളെ കുറിച്ച് വരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പണ്ട് കയറണമെന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് ആധാർ കാർഡ് എന്ന് പറഞ്ഞൊരു ടോക്കൺ ഉണ്ടായിരുന്നു. ശ്രീരാമ പട്ടാഭിഷേകം എന്നൊരു കോയിൻ, ഈ കോയിൻ കാണിച്ചെങ്കിൽ മാത്രമേ പണ്ട് ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തുള്ളായിരുന്നു. ഇന്ന് നമുക്ക് ആധാർ കാർഡും മറ്റു കാര്യങ്ങളൊക്കെ, പക്ഷേ പണ്ട് അങ്ങനെയൊന്നും ഇല്ല. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ റേഡിയോയുടെ ലൈസൻസ്, പണ്ട് കാലത്ത് റേഡിയോ, TV, കാളവണ്ടി, വില്ലുവണ്ടി, എല്ലാത്തിനും സൈക്കിളും എല്ലാത്തിനും ലൈസൻസ് വേണമായിരുന്നു. അപ്പോൾ പണ്ട് TV, റേഡിയോ വീട്ടിൽ പ്രവർത്തിക്കുന്ന ലൈസൻസ് വേണം. പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല. നമ്മുടെയൊക്കെ വീഡിയോ കണ്ടപ്പോഴാണ് പലർക്കും അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള ശേഖരണം ഉണ്ടായിട്ട് മാത്രമാണ് അതൊക്കെ പറ്റുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്നത് ലോകത്ത് തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്കാണ്. അതിനൊരു ഗിന്നസ് കിട്ടിയായിരുന്നു. അതിൻ്റെ സ്റ്റാമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഗിന്നസ് സ്റ്റാമ്പായിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റാമ്പാണ് ഇത് കാണുന്നത്. അതുപോലെ ലക്ഷ്മി കാശ് എന്ന് പറയും. തിരുവിതാംകൂറിൻ്റെ നാണയങ്ങളെല്ലാം ലക്ഷ്മി കാശ്, സർപ്പക്കാശ്, തിരൈ കാശ് ഇങ്ങനെയൊക്കെ പറയും. അപ്പം അതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എങ്ങനെയുള്ളൊരു ലക്ഷ്മി കാശാണ് ഈ കാണുന്നത്.